ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ പുലർക്കാലം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. നമ്മുടെ അണ്ണാക്കിനെ മധുരിപ്പിക്കുന്ന, നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം തൃത്വത്തിലെ കൂട്ടായ പ്രവർത്തനം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നാം തിരുവചനം ആഴമായി പഠിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3 പേരെയും ദൈവമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നു. പുത്രനായ ദൈവത്തെക്കുറിച്ച് എബ്രായർ 1:8 നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പരിശുദ്ധാത്മാവ ദൈവം അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും കാണാം. ദൈവത്വത്തോടു കൂടിയ 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ അതേ തിരുവചനം പറയുകയാണ് ദൈവം ഏകനാണെന്ന്. ഇതെങ്ങനെ ശരിയാകും? അതിനുള്ള ഉത്തരമാണ് തൃത്വം എന്നുള്ളത്. തൃത്വം എന്ന പദം തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഒരു വലിയ ദൈവീക സത്യത്തെ വിശദീകരിക്കുവാൻ നാം ആ പദം ഉപയോഗിക്കുന്നു. ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധിയിലും ആസൂത്രണത്തിലും ശക്തിയിലും എല്ലാം തുല്യമായ 3 വ്യക്തിത്വങ്ങളുടെ സംയോജനമാണ് ഈ തൃത്വം. അതായത് ത്രിയേക ദൈവം. ഗണിതശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ അളക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ 1+1+1=3 എന്ന് കണക്കാക്കുന്നു. എന്നാൽ 1x1x1 എന്നും ലഭിക്കുന്നു. ഇത് 3 1. വിശുദ്ധ വേദപുസ്തകം ഒരു ത്രിയേക ദൈവത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കർത്താവിന്റെ ആദ്യ വരവിൽ ഇത് തികച്ചും പ്രകടമായി തന്നെ നാം കാണുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയയോട് സംസാരിക്കുമ്പോൾ തൃത്വം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളിലും ഈ തൃത്വത്തിന്റെ കൂട്ടായ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഇന്ന് ജന്മദിനമുള്ള അടൂർ സഭയിലെ മിസ്സസ് ലിസി ബാബുവിനെ ഓർത്തും പ്രാർത്ഥിക്കാം. നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി കാലടികൾക്ക് സുഖകരമായ നിദ്രയെ തന്നു. വീണ്ടും ഒരു പ്രഭാതം അടിയങ്ങൾക്ക് ആയുസ്സോടെ എന്റെ ദൈവത്തെ സ്തുതിപ്പാൻ ദാനം തന്ന കൃപകൾക്കായ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് അടിയങ്ങളോട് വാഗ്ദത്തം ചെയ്ത നല്ല ദൈവമേ, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ദൈവത്തിൽ നന്ദിയുള്ളവരായി ഓരോ ദിവസവും ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിനുള്ള മാർഗ്ഗ അടിയങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ അടിയങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനമുള്ള പ്രിയ മകൾ ലിസി ബാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജീവിതം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. ഇതുവരെ നടത്തിയ കൃപകൾക്കായ സ്തോത്രം. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിന് നല്ല സാക്ഷിയായി ജീവിപ്പാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിപ്പാനുള്ള എല്ലാ കൃപകളും നൽകി ദൈവം മാനിക്കണമേ. ആയുസ്സോടെ ആരോഗ്യത്തോടെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ രോഗികളായ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു മനോദുഃഖങ്ങളാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളോടും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ചഴിയങ്ങളെയും വഴി നടത്തണം. അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു പകൽക്കാലം നിന്ന് അടിയങ്ങളെ മാനിക്കണം. തുടർന്നുള്ള അടിയങ്ങളെ ജീവിതത്തിലും
ദൈവത്തിന്റെ കൃപ ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നല്ല സാക്ഷികളായ ജീവിപ്പാടികളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായ സ്തോത്രം. സകലവും ദൈവം കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.